നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ബിനീഷ് കോടിയേരിക്കും താങ്കളുടെ മകൾക്കും രണ്ട് നീതിയാണെന്നുള്ളതാണ്. ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ? അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകളെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ, അതിരിക്കട്ടെ, നമുക്ക് നോക്കാം. അങ്ങയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങയുടെ മകളായതുകൊണ്ടാണ് ഈ കമ്പനിയായിട്ട് CMRL സൈൻ ചെയ്തെന്നുള്ള ആക്ഷേപമാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഈ കമ്പനി? അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നോക്ക് നിങ്ങൾ എത്രത്തോളം ആവും എന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. പണ്ടൊരു PV ഉണ്ടായിരുന്നു, അങ്ങ് ആരാണ് ഞാനല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പ്രതിപക്ഷം പറയുന്നത് അങ്ങ് തന്നെയാണ് ആ PV. അത് ആരാണെന്നുള്ള അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട്. ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് വകവരുത്താം, ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരുമുണ്ട്. അതിന് ഈ PV എടുക്കുന്നുണ്ടാവും കേട്ടോ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമല്ല. പക്ഷേ നിങ്ങളതൊന്നും മനസ്സിലാക്കിയ ഭാവം നടിക്കില്ല എന്ന് മാത്രം. ഇതിനു മുമ്പ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കറങ്ങിയ സമയത്ത് അത് കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്ന് അങ്ങടക്കമുള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് അതിന് തയ്യാറാവാത്തത്? അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കോ. പക്ഷെ അങ്ങയുടെ മകളുടെ കമ്പനി ഒരു സേവനവും CMRL ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം ഇതിന് സപ്പോർട്ടായിട്ട്. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉയരുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ? അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ്. ആ സാമാന്യ ബുദ്ധി എന്താണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത്? ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ്? എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ. അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST, ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ. അതെല്ലാം രേഖപ്രകാരമുള്ളതല്ലേ. നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങളാരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു. നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ. എന്താ അത് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല എന്ന്.